നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടായിരിക്കത്തില്ലേ, കുറച്ച് കംഫർട്ട് സോൺസ്. അങ്ങനെയുള്ളൊരു വീട്ടിലേക്കാണ് ഞാനിന്ന് പോകാൻ പോകുന്നത്. ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും ആദ്യം പോകുന്നത് ഇവിടേക്കായിരിക്കും. ഇവിടെ ചെന്ന് ഇവിടെ ഉള്ളവരെയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് ഞാനിന്ന് പോകാൻ പോകുന്നത്. ഞാനും അമ്മയും കൂടി നേരെ വിട്ടു എൻ്റെ അമ്മ വീട്ടിലേക്ക്. ചെന്നപ്പോൾ തന്നെ ഗേറ്റ് തുറന്നതിനായി എത്തിയിരിക്കുന്നു നമ്മുടെ ഓമന അമ്മ. ഇതാണ് എൻ്റെ അമ്മുമ്മ. ഒരു അമ്മുമ്മയെന്ന് ഞാനിതൊരു വിളിച്ചിട്ട് കൂടിയില്ല, എൻ്റെ അമ്മയാണ് എപ്പോഴും എൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അമ്മുമ്മേനെ കണ്ടു. അപ്പൂപ്പൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ, അപ്പൂപ്പൻ പുറത്തെവിടെയായിരുന്നു. പിന്നെ കുട്ടു ഇവിടെ മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടുവിന് കുറച്ച് ചിപ്സൊക്കെ ഇട്ട് കൊടുത്ത് കുട്ടുവിനോട് സംസാരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് അമ്മുമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് ചായ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴേക്കും അപ്പൂപ്പൻ വന്നു. അപ്പൂപ്പനെ ഞങ്ങൾ എല്ലാവരോടൊപ്പം കാര്യമായിട്ട് കുട്ടുവും കാത്തിരിക്കുന്നുണ്ടായിരുന്നേ, കാരണം അപ്പൂപ്പൻ വന്നിട്ട് വേണമല്ലോ കുട്ടുവിന് മീൻതല കിട്ടാൻ. അങ്ങനെ പിന്നെ അപ്പൂപ്പൻ വന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ അപ്പൂപ്പൻ നിന്ന് ഞങ്ങൾ പൈസ മേടിച്ചുകൊണ്ടെങ്കിൽ ബൺമസ്ക ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാൻ ഇട്ടു. ഞാനും ലച്ചും വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അടുത്തുള്ള കടയിൽ തന്നെ പോയി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ബൺമസ്ക ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എപ്പോഴും അമ്മ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളെടുത്ത് വണ്ടിയുടെ ഡിക്കി ഇങ്ങനെ നിറയ്ക്കാറുണ്ട് കേട്ടോ. ഈ വട്ടം അതേപോലെ കുറേ കാച്ചിലോ എന്തൊക്കെയോ കൊണ്ടുവന്ന് അപ്പൂപ്പൻ വണ്ടിയിൽ എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നിട്ട് കുറേ ആയിരുന്നു ഞങ്ങൾ കസിൻസ് എല്ലാം ഒരുമിച്ചിരുന്നു എന്ന് സംസാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ടു, കുറേ സംസാരിച്ചു, കുറേ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കൊക്കെ ഉണ്ടായേ. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കടന്നു പോയത് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.